ഹായ് ഫ്രണ്ട്സ്, എം എസ് വ്ളോഗിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്മാർട്ട് ഫോണാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, Oppo Reno2F എന്ന് പറയുന്ന ഒരു മോഡൽ സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ Oppo Reno2Fൻ്റെ ഫസ്റ്റ് ലുക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഒരു അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, Oppo Reno2F എന്ന് പറയുന്ന മോഡൽ സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തുള്ളൊരു റാപ്പറും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റാപ്പർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനേക്കാൾ ഇച്ചിരി കൂടി വലിപ്പം കൂടിയൊരു ബോക്സാണ് Oppo Reno2Fന് നൽകിയിട്ടുള്ളത്. നോർമൽ ഒരു ബോക്സ് ആണെങ്കിൽ ഈ ഒരു ഹൈറ്റിലുള്ളൊരു ബോക്സ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ Oppo Reno2Fൽ ഇച്ചിരി കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുള്ളൊരു ബോക്സാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കുറച്ച് ബ്രാൻഡിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Oppo Reno2F എന്ന് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6GB പ്ലസ് 256GB വേരിയൻ്റ് ആണെന്നും കൂടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ, അതുപോലെ തന്നെ 6.5 ഇഞ്ച് ഡിസ്പ്ലേ, അതുപോലെ തന്നെ അൾട്ടർനേറ്റ് സ്കേപ്പ് സപ്പോർട്ടബിൾ ആണ്, അതുപോലെ തന്നെ ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ടബിൾ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ബാൻഡ് നൽകിയിട്ടുണ്ട്. ആ ഒരു ബാൻഡും കൂടി നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബോക്സ് വരുന്നത്. ബോക്സിൽ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു ഷൈനിങ് രീതിയിലുള്ളൊരു Oppo Reno2F എന്ന് ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോർമലി Oppo Reno സീരീസിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ഒരു ഡിസൈനും ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് Oppoൻ്റെ ബ്രാൻഡിങ്ങും നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബോക്സിൻ്റെ താഴ്വശത്തായിട്ട് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്യാമറ, റിയർ ക്യാമറ 48MP പ്ലസ് 8MP പ്ലസ് 2MP പ്ലസ് 2MP എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16MP ആണെന്നും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാറ്ററി 4000 mAh ബാറ്ററി ആണെന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രൈസ് ഉള്ളത് 19,990 റുപ്പീസ് എന്നാണ്. പക്ഷേ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചത് 17,990 റുപ്പീസിനാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സ്റ്റിക്കറും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ബോക്സ് നമുക്ക് അതിന് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിലും നമുക്ക് Oppo Reno2F എന്ന് ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ബോക്സിനൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇതിനെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സിമ്മിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ക്രീനിനെ കുറിച്ചും ക്യാമറയെ കുറിച്ചുള്ളൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷനാണ്. സോ അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ നമുക്കൊന്ന് സൈഡിൽ വെച്ചേക്കാം. അപ്പോൾ വേറെ എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നതെന്ന് നമുക്ക് കൂടി നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണും നമുക്കൊന്ന് സൈഡിൽ മാറ്റി വെച്ചേക്കാം. എന്നിട്ട് വേറെ എന്തൊക്കെയാണ് ഒരു ബോക്സിനകത്ത് വരുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബോക്സിലായിട്ട് നമുക്ക് വേറെ ഒരു TPU കേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു TPU കേസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കേസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഓപ്പോയുടെ ചാർജറാണ് നൽകിയിട്ടുള്ളത്. ഓപ്പോയുടെ വൂക്ക് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ഓപ്പോയുടെ വൂക്ക് 3.0 ഫ്ലാഷ് ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതും സൈഡിലേക്ക്. അടുത്തതായിട്ട് നമുക്ക് ഒരു ചാർജിങ് കേബിൾ നമുക്ക് നൽകിയിട്ടുണ്ട്.
ചാർജിങ് കേബിളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടൈപ്പ് സി ചാർജിങ് കേബിളാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് നമ്മളെ ചാർജിങ് കേബിൾ വരുന്നത്. ഓക്കെ, നമുക്കിതും സൈഡിൽ മാറ്റി വെച്ചാൽ നമ്മളെ സിം ഇജക്ടർ ടൂളും വരുന്നുണ്ട്. സിം ഇജക്ടർ ടൂളും നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിം ഇജക്ടർ ടൂൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്നും സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. അടുത്തായിട്ട് നമുക്കൊരു ഹെഡ്സെറ്റും നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. നോർമലി എല്ലാ സ്മാർട്ട് ഫോൺസിലും ഇപ്പോൾ ഒരു ഹെഡ്സെറ്റൊന്നും ബോക്സിനകത്ത് നൽകാറില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്പോ റെനോ 2Fൻ്റെ കൂടെ നമുക്കൊരു ഹെഡ്സെറ്റും നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഈ ബോക്സൊക്കെ നമുക്കൊന്ന് സൈഡിലേക്ക് വെക്കാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ് ഓപ്പോ റെനോ 2F. അപ്പോൾ നമുക്കിതിൻ്റെ റാപ്പർ ഒന്ന് കട്ട് ചെയ്യാം. ഈ റാപ്പറിൽ നമുക്ക് ഓപ്പോ റെനോ 2F എന്ന ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 48 MB ആണ്. നേരത്തെ പറഞ്ഞതുപോലത്തുള്ള കാര്യങ്ങളും ഈ ഒരു റാപ്പറിനകത്തും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്തു കളയാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഓപ്പോ റെനോ 2F എന്ന് പറയുന്ന മോഡൽ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. നല്ലൊരു ലുക്ക് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഓപ്പോ റെനോ 2Fന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ പവർ ബട്ടണും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പവർ ബട്ടണിലായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡും നൽകിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു സിം ട്രേ ഹോളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സിം ട്രേ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിം സ്ലോട്ട് വരുന്നത്. ഡുവൽ നാനോ സിം സപ്പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കൂടി ഈ ഒരു ഓപ്പോ റെനോ 2Fൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തായിട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വോളിയം റോക്കസ് ബട്ടണാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്പീക്കർ ഗ്രിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്കൊരു മൈക്ക് ഹോൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്ക് സ്ലോട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോൺ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സെൽഫി പോപ്പപ്പ് ക്യാമറയുടെ ഒരു കട്ടൗട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പോ റെനോ 2F സ്മാർട്ട് ഫോണിനകത്ത് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയല്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ സെക്കൻഡറി മൈക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. നല്ലൊരു ഇൻ ഹാൻഡ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇച്ചിരി കൂടി വലിപ്പം വലുതാണ് എന്നുണ്ടെങ്കിലും കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ഓപ്പോ റെനോ 2F ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പക്കാ ഫിനിഷും ഈ ഒരു ഓപ്പോ റെനോ 2F നൽകിയിട്ടുണ്ട്. സ്കൈ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ വേരിയൻറ്റ് മോഡൽ സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നോർമലി നമ്മുടെ ഓപ്പോ റെനോ സീരീസ് കാണുന്നത് പോലെ തന്നെ ആ ഒരു ക്യാമറ ഡിസൈനും ഈ ഒരു ഓപ്പോ റെനോ 2Fലും നൽകിയിട്ടുണ്ട്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. 48 MB ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 MB ഒരു മോണോക്രോം ലെൻസും അതുപോലെ തന്നെ 2 MB ഒരു പോർട്രേറ്റ് ലെൻസുമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓപ്പോ എന്ന് ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും കൂടി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ബൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫിലിമും നമുക്ക് ഈ ഒരു സ്ക്രീനകത്ത് നോർമലി ഇൻ ദ ബോക്സ് തന്നെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ലാംഗ്വേജ്, അപ്പോൾ ഇംഗ്ലീഷിലും കണ്ടിന്യൂ അടിച്ച് പോകാം. സ്കിപ്പ്. ഓക്കെ, അപ്പോൾ ലോക്ക് സ്ക്രീൻ ആൻഡ് ഫിംഗർ പ്രിൻറ്റ് ആൻഡ് പാസ്വേഡ്. അപ്പോൾ സെറ്റിങ്സ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഒന്ന്
ഓക്കെ, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഓപ്പോ ഫോൺ സ്കിപ്പ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നമുക്ക് വരുന്നത് ഒപ്പോയുടെ നോർമൽ കളർ OS ആണ്. ഇതിലും നമുക്ക് കളർ OSൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. വെൽക്കം കളർ OS എന്നൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് വരുന്നത്. ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബൂട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വരുന്ന യൂസർ ഇൻ്റർഫേസ് ഇതാണ്. ഓക്കെ, നോർമലി നമുക്ക് കളർ OSൽ കാണുന്ന അതേ ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു Oppo Reno2 നമുക്ക് നൽകിയിട്ടുള്ളത്. കുറച്ച് ആമസോണും അതുപോലെ തന്നെ ഡെയിലി ഹൻറ്റ് അതുപോലെ തന്നെ ഗാന എന്നീ കുറച്ച് ആപ്സൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ വേണ്ടാത്തൊക്കെ ആപ്സ് ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വേണ്ടാത്ത ആപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് വരെ നമുക്ക് എബൌട്ട് ഫോണിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, വെർ ഈസ് എബൌട്ട് ഫോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ നെയിം നമുക്ക് Oppo Reno2 എന്ന് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കളർ OS വേർഷൻ വരുന്നത് വേർഷൻ 6.1 ആണ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് ലഭിക്കുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. ആൻഡ്രോയിഡ് Pie 9 വേർഷനാണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊസസ്സർ ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 8 കോറുകളുള്ള ഒരു പ്രൊസസ്സറാണ്. റാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6 GB റാമാണ്. അതുപോലെ തന്നെ ഡിവൈസ് സ്റ്റോറേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 256 GB ഡിവൈസ് സ്റ്റോറേജാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മറ്റ് ആപ്സും ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സും ഒക്കെ കഴിച്ചിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 224 GB ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് നമ്മൾ നേരത്തെ നൽകിയ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എത്രത്തോളം ഫാസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ചെയ്ത് ഇടുകയാണ് നമ്മളെ ഫിംഗർ പ്രിൻറ്റ്സ് ആക്സസ് ചെയ്യാനുള്ള സെൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ഫാസ്റ്റ് തന്നെ ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫാസ്റ്റായിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഓപ്പോ ഫോണുകൾ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ക്യാമറ ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ Oppo Reno2 നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോട്ടോ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, അടുത്തായിട്ട് വീഡിയോ മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേറെ മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പനോറമിക് മോഡ് അവൈലബിൾ ആണ്, എക്സ്പേർട്ട് മോഡ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ടൈം ലാപ്സ് നമുക്ക് അവൈലബിൾ ആണ്, സ്ലോ മോഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080p 30 FPS ആണ് ഈ ഒരു Oppo Reno2 നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 1080p 30 FPS ആണ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48MP ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 8MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2MP ഒരു മോണോകോം ലെൻസും അതുപോലെ തന്നെ 2MP ഒരു പോർട്രേറ്റ് ലെൻസുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പോപ്പപ്പ് സെൽഫി ക്യാമറയുടെ സൈഡിലായിട്ട് 2 LED ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ പോപ്പപ്പ് സെൽഫി ക്യാമറ നമുക്ക് വരുന്നത് 16MP ഒരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നൽകിയിട്ടുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് നൽകിയിട്ടുള്ളത്. അത് ഒരു ഗ്ലാസ് ബോഡിയല്ല, പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ സൈഡ് ഫ്രെയിംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഫ്രെയിംസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. മെറ്റൽ ഫ്രെയിംസ് ഒന്നുമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ Type-C ചാർജിങ് സ്ലോട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു Oppo Reno2 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് ഉണ്ടെങ്കിലും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഓപ്പോ നൽകിയിട്ടുള്ളത്. കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ
നമ്മുടെ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P70 ഒക്ടാകോർ പ്രൊസസ്സറാണ്. അപ്പോൾ ഹീലിയോ P70 ഇച്ചിരി ഒരു ഓൾഡ് പ്രൊസസ്സറാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊസസ്സറൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ 720 730 ആ ഒരു പ്രൊസസ്സറൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എന്നാലും ഈ ഒരു പ്രൊസസ്സർ കൊള്ളില്ല എന്നല്ല, ഇപ്പോൾ അതിനും കൂടി കുറച്ചും കൂടി ബെറ്റർ സ്മാർട്ട് ഫോൺസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എന്നാലും ഈ ഒരു നല്ലൊരു പെർഫോമൻസ് ലഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഓപ്പോ റെനോ സീരീസ് നമുക്കറിയാം, ഒരു മെയിൻലി ക്യാമറ ഫോക്കസ് ചെയ്തിട്ടാണ് ഓപ്പോ റെനോ സീരീസ് ലോഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓപ്പോ റെനോ 2Fൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ചെറിയൊരു അൺബോക്സിങ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെനോ 2F എന്ന പറയുന്ന മോഡൽ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയും അതുപോലെ തന്നെ അമസോണിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ 17,990 റുപ്പീസിന് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോർമൽ പ്രൈസ് വരുന്നത് 19,000 റുപ്പീസാണ്. അതായത് 18,990 റുപ്പീസാണ് നോർമൽ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ 17,990 റുപ്പീസിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കുന്ന സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആണ്. എന്നാലും നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോൺസിലൊക്കെ ഇത്ര മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ലഭിക്കില്ല. അതായത് AMOLED ഡിസ്പ്ലേ ഒന്നും ആ ഒരു സ്മാർട്ട് ഫോൺസിലൊന്നും ഇപ്പോൾ അത്ര അവൈലബിൾ അല്ല. എന്നാലും അതുപോലെ തന്നെ ഇച്ചിരി കൂടി ഓൾഡായ പ്രൊസസ്സറാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P70 എന്ന് പറയുന്നത്. കുറച്ചും കൂടി പുതിയ പ്രൊസസ്സേഴ്സ് പെർഫോമൻസ് വൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കുന്ന പ്രൊസസ്സേഴ്സൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ 720G അതുപോലെ തന്നെ 730G ഒക്കെ നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്നാലും ഓപ്പോ എന്ന ബ്രാൻഡിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിത്ത് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. ഡിസ്പ്ലേയിൽ വേറെ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഓപ്പോ റെനോ സീരീസ് മെയിൻലി ക്യാമറ ഫോക്കസ് ചെയ്തിട്ടാണ് ഓപ്പോ റെനോ സീരീസ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പോ റെനോ 2Fലും അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോസുമായി നമുക്ക് മറ്റൊരു ദിവസം കാണുന്നവരെ ദിസ് ഈസ് സമീർ സൈനിങ് ഔട്ട്. ബൈ.